ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലായിലും മേലെ അർശിങ്കൽ ചൊന്നോവർ, എൻ്റെ കണ്ണ് എപ്പോഴും ലൗഹിൽ ആദന്നോവർ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വളരെ ഉന്നത സൃഷ്ടിയായ, ഏറ്റവും വലിയ സൃഷ്ടിയായ അർശ്, ആ അർശിന്റെ സമീപത്ത് ഞാൻ ചെന്നിട്ടുണ്ട് എന്നാണ് മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അതേ പ്രകാരം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയ ലൗഹുൽ മഹ്ഫൂദ്, ആ ലൗഹുൽ മഹ്ഫൂദിലാണ് എൻ്റെ കണ്ണ് എപ്പോഴും എന്ന് പറഞ്ഞാൽ ലൗഹയിൽ ഉള്ള കാര്യങ്ങളെല്ലാം അറിയാൻ അല്ലാഹു തആല എനിക്ക് കഴിവ് തന്നിട്ടുണ്ട് എന്നുമാണ് ഈ വരിയിലൂടെ മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഖാളി മുഹമ്മദ് അവർകൾ പഠിപ്പിക്കുന്നത്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 3803 നിവേദനം ചെയ്യുന്ന ഹദീസിൽ മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ അർശ് വിറകൊണ്ടു എന്ന് പറയുന്നതായി കാണാം. ഈ ഹദീസ് വളരെ പ്രസിദ്ധമായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അടക്കം പലരും നിവേദനം ചെയ്തതാണ്. അള്ളാഹുവിന്റെ അർശുമായി സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധവും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു കൊടുത്ത ആദരവുമാണല്ലോ ഈ ഹദീസ് അറിയിക്കുന്നത്. ഇതേപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കും അർശുമായും ലൗഹമായും ഒക്കെ ബന്ധമുണ്ടാകാം എന്ന് ഹദീസുകൾ കൊണ്ട് തെളിഞ്ഞ കാര്യമാണ്. ആ ആശയമാണ് മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നത്. അള്ളാഹു ആ ആദരവ് എനിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് മഹാനവറുകൾ പഠിപ്പിക്കുന്നത്.